പാവപ്പെട്ട അതെന്തോ ഫിഷ് മത്സരം എന്തോ മത്സരം എടുക്കാൻ ഓപ്പൺ ആയിരിക്കും. ഫിഷ് മത്സരമാണോ? ശരി. ഹലോ മക്കൾസ്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഇത് നമ്മുടെ സ്വന്തം കാപ്പിലാണ്. അവിടുത്തെ കുറച്ച് നിമിഷങ്ങൾ, അതും എൻ്റെ സ്കൂൾ കൂട്ടുകാരോടൊപ്പം ഒന്ന് കണ്ടു നോക്കുക. അവിടുത്തെ ആ മനോഹരമായ വൈബിൽ അവരെ ഞാൻ അവിടെ കൊണ്ടെത്തിച്ചു എന്ന് വേണം പറയാൻ. കുട്ടികൾ എത്ര വലുതായാലും അവരുടെ കുട്ടിക്കാലത്തെ ആ ഒരു അനുസരണയില്ലാത്ത സ്വഭാവം മാറത്തില്ല. ഇതെല്ലാം എൻ്റെ കൂടെ പഠിച്ച കുഞ്ഞൂസുകളാണ്. കൂട്ടത്തിൽ ഒരാൾ മോനാണ്. ആദ്യം നമ്മളൊന്ന് ചെറിയൊരു ബോട്ടിങ്, ഒരു വെള്ളത്തിൽ കൂടി യാത്ര നടത്താമെന്ന് കരുതി സഫാരി ബോട്ടാണ് എടുത്തത് കേട്ടോ. അത് 11 പേരുണ്ടായിരുന്നു. 2000 രൂപ കൊടുത്തു. അല്ലാതെയുള്ള ഈ ഒരുപാട് സ്പീഡ് ബോട്ട് സംഭവങ്ങൾക്കൊക്കെ പെർ ഹെഡ് 500 രൂപയാണ്. നമ്മളെ പ്രായത്തിലുള്ളവർക്കൊന്നും അതൊന്നും ചേരത്തില്ല. അതുകൊണ്ട് പാവങ്ങൾ നമ്മൾ സഫാരി ബോട്ടിൽ ഇങ്ങനെ യാത്ര തുടർന്നു. കണ്ടോ, ഇത്രത്തോളം പ്രകൃതി രമണീയമായ, അതും വള്ളത്തിൽ കൂടി. അതിൻ്റെ വേറൊരു രസമെന്ന് പറയുന്നത്, നമുക്ക് അതിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ലൈം ടീ, ഞാനൊരു ജ്യൂസായിരുന്നു, അതിൻ്റെ കൂടെ ചിക്കൻ പക്കോടയൊക്കെ അവിടെ ഇരുന്ന് തന്നെ ബോട്ടിലിരുന്നതിന് യാത്രയ്ക്കൊപ്പം വിഡ്ഢിത്തരങ്ങളും പറഞ്ഞ് തമാശകളും ഒക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ മനോഹരമായ ഒരു വൈബായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതും പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ളവർ എന്തും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം. മനസ്സിലായ, അതിൽ പലതും വിഡ്ഢിത്തരങ്ങളായിരിക്കും, ഒരാളെ കളിയാക്കുന്നതായിരിക്കാം ഒക്കെ. ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഈ ഭാഗമൊക്കെ കാപ്പിൽ പോർഷനാണ്. ഇതിൻ്റെ ഏറ്റവും കൗതുകം തോന്നിയത് ഇതിൻ്റെ അങ്ങേ കടവെന്ന് പറഞ്ഞത് നെല്ലേറ്റിലെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടാ. എല്ലാ കുട്ടികളെ അനുസരണയോടെ ബെൽറ്റൊക്കെ ഇട്ട് അവരിങ്ങനെ സെറ്റാക്കി ഇരുത്തിയിരിക്കുകയാണ്. അവർ മനോഹരമായി കാഴ്ചയൊക്കെ കണ്ട്. അരമണിക്കൂറത്തെ ഒരു യാത്രയാണ് കേട്ടോ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. പക്ഷേ അരമണിക്കൂർ ഒരു 5 മിനിറ്റിൻ്റെ ദൈർഘ്യമേ നമുക്ക് ഫീൽ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡിൻ്റെ ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറിയത്. എല്ലാ പേരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങേയറ്റം മാക്സിമം സഹകരിച്ചു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ എൻ്റെ കയ്യിലായിരുന്നു. ഞാനാണ് ഈ ഒരു സ്ഥലത്ത് ഇവരെ കൊണ്ട് എത്തിച്ചതും ഈ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്തതും. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്നത്തെ ദിവസം കിടപ്പിലായി മക്കൾസെ. എൻ്റെ ബോഡി ഇങ്ങനെയാണ് ഇപ്പോൾ. ഒരു ദിവസം ഞാൻ ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ 5 ദിവസം അതിൻ്റെ ഒരു റിയാക്ഷൻ എൻ്റെ ബോഡിയിൽ പറ്റുമെന്നുള്ള. ഇതൊക്കെ എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. ഇവരെല്ലാം കുടിക്കുന്ന ലൈം ടീ ആണ്. ചിക്കൻ പക്കോട നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ കുടിച്ചത് മാത്രം മുസാമ്പി ജ്യൂസ്. അങ്ങനെ നമ്മളിങ്ങനെ തുടരുകയാണ്. യാത്ര മൊഴി ചെല്ലാൻ വാക്കില്ല. പല പാട്ടുകളും അതിൽ പാടുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ നമ്മളെ ഒരു കൂട്ടുകാരിയുണ്ട് കേട്ടോ. ആ കൂട്ടുകാരിക്ക് പക്ഷേ പാടാൻ സമയം കിട്ടുന്നില്ല. കാരണം ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓരോരുത്തരെ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാടാൻ സമയം കിട്ടുന്നില്ല. എന്നിട്ടും നമ്മൾ അത്യാവശ്യമൊക്കെ പാട്ട് പാടി അവസാനം നമ്മൾ തിരിച്ചു എത്തി. എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട സമയമായ ആ സമയത്ത് 6 മണിയൊക്കെ ആയായിരുന്നു. ഫുഡ് അത്യാവശ്യം ഓർഡർ ചെയ്തിരുന്നു. ഗ്രീൻ സലാഡാണ്. എല്ലാത്തിനും അങ്ങനത്തെ ഒരു ഫുഡി ആയിട്ടുള്ളൊരു ഓർഡറാണ് കൊടുത്തത്. എല്ലാ പേർക്കും അതുപോലെ സൂപ്പ്, ചിക്കൻ സോർ സൂപ്പ് പറഞ്ഞിരുന്നു. നല്ല 1.5 പോളി ടേസ്റ്റായിരുന്നു. ഈ സ്ഥലം പറഞ്ഞില്ലല്ലോ, നമ്മുടെ സ്വന്തം കാപ്പിലെ ഫ്ലോട്ടിംഗ് റിസോർട്ടിലാണ്. ഈ ഒരു റിസോർട്ടല്ല, റെസ്റ്റോറൻറ്റിലാണ് നമ്മളത് നോക്കുന്നത്. അതെന്തോ ഫിഷ് മത്സരം എന്തോ മത്സരം എടുക്കാൻ ഓപ്പൺ ആയിരിക്കും. ഫിഷ് മത്സരമാണോ? ശരി. ചപ്പാത്തിയും കൂട്ടി നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഇങ്ങനെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. പാരമീനാണ്, വെളാപ്പാര. എല്ലാവരും കൂടിയൊക്കെ ഓരോ തമാശ പറഞ്ഞ് മീൻ പൊള്ളിച്ചതിനെ അവർ വത്സനാക്കി. അപ്പം നമ്മുടെ മീൻ വത്സനയൊക്കെ കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ ഈ സൂപ്പ് കുടിച്ചൊരു സുഖമുണ്ടല്ലോ. അത്യാവശ്യം ഫുഡെല്ലാം നല്ല ക്വാളിറ്റി ആയിരുന്നു. എല്ലാവരും കൂടി ഷെയർ ചെയ്തതാണ് കേട്ടോ. ഫുഡിൻ്റെ ക്യാഷും എല്ലാം ഷെയർ ചെയ്തു. നമ്മുടെ ബോട്ട് സർവീസ് മാത്രം നമ്മുടെ ഒരു കൂട്ടുകാരി അവൾ നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തു. ഒരു ക്യാഷ് നമ്മൾ പേ ചെയ്തില്ല, അവളാണ് അത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ എല്ലാവരും
എന്താ വയറും മനസ്സും നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിൽ കൂടി നമ്മളിങ്ങനെ പോവുകയാണ്. വയറും മനസ്സും ഒരുമിച്ച് നിറയുകയാണ്. ആ ഒരു സന്തോഷമൊക്കെ ഷെയർ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫോട്ടോസ് എടുത്തു, റീൽസിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ അതാണ് എല്ലാം എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുറേയൊക്കെ റീൽസിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ മനോഹരമായൊരു സായാഹ്നം തന്ന ഇവരോടും ആദ്യം പടച്ചവനോട് നന്ദി പറയുന്നു, പിന്നെ ഇവരോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ബൈ ബൈ പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. കുറേ കാഴ്ചകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ സ്ഥലം എവിടെയാണ്? നമ്മുടെ കാപ്പിൽ, നമ്മുടെ സ്വന്തം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്.